ബി.ജെ.പിക്ക് കിട്ടിയ ആശ്വാസമായിരുന്നു സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയം. എത്രയോ കാലകാലങ്ങളായി സംസ്ഥാനത്തെ ബി.ജെ.പി കാത്തിരുന്ന നിമിഷമായിരുന്നു സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ആധികാരിക വിജയം. 75,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എതിരാളികളെ തറ പറ്റിച്ചായിരുന്നു സുരേഷ് ഗോപി ജയിച്ചു കയറിയത്. ഏറെക്കാലം കാത്തിരുന്നായിരുന്നു 2016-ൽ നേമം മണ്ഡലത്തിൽ നിന്നും ഒ രാജഗോപാൽ നിയമസഭയിലേക്ക് എത്തിയത്. എന്നാൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ആ വിജയം ആവർത്തിക്കാൻ ബി.ജെ.പിക്കോ ഒ രാജഗോപാലിനോ സാധിച്ചിരുന്നില്ല. ഏറെക്കുറെ തൃശൂരിലെ കാര്യങ്ങളും ആ നിലയിൽ തന്നെയാണ് കടന്നു പോകുന്നത്. വലിയൊരു വിജയം തൃശൂരിൽ നേടിയെടുക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞെങ്കിലും അതിന് തുടർച്ചയുണ്ടാക്കുവാൻ സുരേഷ് ഗോപിക്കോ ബി.ജെ.പിക്കോ കഴിയുമെന്ന് തോന്നുന്നില്ല. വളരെയധികം സാധാരണ ജനങ്ങൾ അധിവസിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ. ബി.ജെ.പി എന്ന രാഷ്ട്രീയ പാർട്ടിക്കപ്പുറം സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ലഭിച്ച വിജയം കൂടിയായിരുന്നു തൃശൂരിലെ മിന്നും ജയം. ഭൂരിഭാഗം നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടുനില ഉയർത്തിയായിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപി വിജയക്കൊടി പാറിച്ചത്. തൃശൂർ പൂരം കലക്കലും ഇടതിനും യു.ഡി.എഫിനും മികച്ച സ്ഥാനാർത്ഥികൾ വന്നിട്ടും സുരേഷ് ഗോപിക്ക് ഗുണകരമായി കാര്യങ്ങൾ. അപ്പോഴും എങ്ങനെ 75,000 വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിച്ചു എന്നത് വലിയ സംശയങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. അങ്ങ് ഡൽഹിയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ ഉന്നത നേതാവുമായ രാഹുൽ ഗാന്ധി പൊട്ടിച്ചൊരു വെടി ഇന്ന് കൊണ്ടിരിക്കുന്നത് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ നെഞ്ചുകൂട്ടിലാണ്. പറഞ്ഞു വരുന്നത് കള്ളവോട്ടുകളെ പറ്റി തന്നെയാണ്. രാജ്യത്ത് കർണാടകയും മഹാരാഷ്ട്രയും ബീഹാറും ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയിൽ ബി.ജെ.പി കള്ളവോട്ട് ചേർത്തു എന്നായിരുന്നു കോൺഗ്രസിന്റെ കണ്ടെത്തൽ. തെളിവുകളടക്കം പുറത്തുവിട്ടായിരുന്നു രാഹുൽ ഗാന്ധി തട്ടിപ്പ് വിശദീകരിച്ചത്. രാഹുൽ തുറന്നുവിട്ട തട്ടിപ്പിന്റെ വ്യാപ്തി ഇന്ന് രാജ്യമാകെ ചർച്ച ചെയ്യുകയാണ്. ഇന്ത്യ വീണ്ടും ഒരു പോരാട്ടത്തിന് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുന്ന സാഹചര്യം. കേരളത്തിലാകെയുള്ളത് 20 ലോക്സഭാ മണ്ഡലങ്ങളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൽ 18 മണ്ഡലങ്ങളിലും യു.ഡി.എഫ് വിജയിച്ചു. ആലത്തൂർ മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണനും തൃശൂർ സുരേഷ് ഗോപിയുമായിരുന്നു വിജയിച്ച മറ്റു രണ്ടുപേർ. ഇതിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ച ഭൂരിപക്ഷവും വോട്ടുകളുമാണ് ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലായിരിക്കുന്നത്. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ദേശീയ പാർട്ടിയുടെ നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഇത്രയും വിവാദമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് ഈ നിമിഷം വരെ മറുപടി പറയാൻ പ്രധാനമന്ത്രിയോ മറ്റുള്ളവരോ തയ്യാറായിട്ടില്ല. അവരുടെ ദാസനായ സുരേഷ് ഗോപിയും ഒരക്ഷരം ഈ നിമിഷം വരെ മിണ്ടിയിട്ടുമില്ല. മിണ്ടാനും ഉരിയാടാനും പോയിട്ട് 10 പേരുടെ മുൻപിൽ മുഖം കാണിക്കാൻ പോലും സുരേഷ് ഗോപി തയ്യാറായിട്ടുമില്ല. സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന പരാതി പോലും വന്നിരിക്കുന്നു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് കേന്ദ്രമന്ത്രിയും നടനും എംപിയുമായ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്നത്. ഈ പരാതി കുറച്ച് രാഷ്ട്രീയവും അല്പം തമാശയും ഒക്കെയാണെങ്കിലും തൃശൂരിൽ ഉയർന്നു വരുന്ന കള്ളവോട്ട് ആരോപണം ഏറെ ഗൗരവമുള്ളതാണ്. തങ്ങളുടെ അഡ്രസ് ദുരുപയോഗം ചെയ്തതായി വെളിപ്പെടുത്തലുമായി ഒരു വീട്ടമ്മ രംഗത്ത് വന്നിരുന്നു. ഒന്ന് ആലോചിക്കണേ, ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് ഇത്രമേൽ ഗുരുതരമായ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ കാവൽക്കാരെന്ന് മേനി പറയുന്ന അതേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഈ തെരഞ്ഞെടുപ്പിനും ഈ തട്ടിപ്പിനും വെട്ടിപ്പിനും കൂട്ടുനിന്നു എന്ന വെളിപ്പെടുത്തലും പുറത്തു വന്നിരിക്കുന്നു. ആരോപണം വന്ന മാസങ്ങൾക്കുള്ളിൽ തന്നെയാണ് തൃശൂരിൽ നിന്നും കള്ളവോട്ടുകളുടെ കണക്കുകൾ പോലും പുറത്തു വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പരിശോധനകൾ നടത്തിയാൽ എന്തൊക്കെ കാര്യങ്ങളാകും പുറത്തു വരിക? കേരള സംസ്ഥാനത്തെ ഒട്ടേറെ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. ഇടതുമുന്നണിയും യു.ഡി.എഫും പരസ്പരം ഏറ്റുമുട്ടിയ ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ ആരും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ജനാധിപത്യത്തിന്റെ സവിശേഷതകളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ മര്യാദകളെ ലംഘിച്ചുകൊണ്ട് ഒരു ഏർപ്പാടിനും ഇവിടുത്തെ യു.ഡി.എഫും എൽ.ഡി.എഫും ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടുമില്ല. എന്നാൽ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല. ജനാധിപത്യത്തെ പരിപൂർണമായും അട്ടിമറിച്ചിരിക്കുന്നു. അതിനി തൃശൂരിലാണെങ്കിലും അങ്ങ് ഡൽഹിയിലാണെങ്കിലും ജനങ്ങൾ വർഗീയതയും ഏകാധിപത്യവും പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവർ ആത്മാർത്ഥമായി വോട്ട് രേഖപ്പെടുത്തുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ അവരുടെ ജനവിധി അട്ടിമറിക്കപ്പെടുന്നു. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നുണ്ടായ അപകടത്തെ അതിജീവിച്ച് തൃശൂരിലെയും ഇന്ത്യയിലെയും ജനത ഏറെ മുന്നോട്ട് വരിക തന്നെ ചെയ്യും.